ഹായ് മക്കളെ. അപ്പോഴെല്ലാവരും രാവിലെ ചായ ഒക്കെ കുടിച്ചോ? അപ്പം അമ്മ രാവിലെ ചായ ഇട്ട് കുടിച്ചോണ്ടിരിക്കുക. അപ്പം നല്ല ഗോതമ്പും തേങ്ങയും ഇച്ചിരി പഞ്ചാരയും ഉപ്പും ഒക്കെ ഇട്ട് കുഴച്ചിട്ട് അമ്മ സൂപ്പർ ഗോതമ്പൊക്കെ ഉണ്ടാക്കുകയാണ് രാവിലെ കഴിക്കാനായിട്ട്. അപ്പോൾ ചൂട് ഗോതമ്പപ്പവും ചായയും കുടിക്കാം. കണ്ടോ, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ട് കാണിക്കാം. എല്ലാവരും രാവിലെ ആഹാരം കഴിച്ചോ? അപ്പം അമ്മ ഗോതമ്പിൻ്റെ ഗോതമ്പപ്പം 2 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇച്ചിരി പഞ്ചാര എടുത്തിട്ടുണ്ട്. പിന്നെ ചൂട് ചായ നമ്മൾ കഴിക്കാം. കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാം. നല്ല ടേസ്റ്റാണ്. ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ തോരയിട്ടിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. രാവിലെ എല്ലാവരും ആഹാരം കഴിച്ചോ? കഴിച്ചു. അമ്മ അവിടെ പോയിരുന്നു. സമാധാനത്തിൽ കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ ഉച്ചയ്ക്ക് എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ചോറ് കഴിക്കാൻ പോവുകയാണ്. വേണ്ടേ, ചോറ്, പിന്നെ ചമ്മന്തി, പിന്നെ നമ്മളെ മീൻ വറുത്തത്. ഇത്രയാണ് അമ്മ കഴിക്കുന്നത്. അപ്പം അമ്മ കഴിക്കാൻ പോകണം. എല്ലാവരും ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ചോറ് കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ അമ്മ ഇച്ചിരി ബർമസല്ലി വെക്കുക കേട്ടോ. ബർമസല്ലി ഇന്നലെ വാങ്ങി കുറച്ച് ബർമസല്ലി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചവോലിയില്ലേ, കുഞ്ഞ് ചവോലി, അത് അമ്മ ചെറുതായിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുതിർത്ത് വെച്ചതാണ്. പിന്നെ പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാൻ ഒന്ന് ചൂടായിട്ട് നമുക്ക് അതിലോട്ട് ആദ്യം നമുക്ക് അണ്ടപ്പരിപ്പ് മൂപ്പിക്കാം. പിന്നെ 2 ഏലക്ക അമ്മ എടുത്തിട്ടുണ്ട്. 2 ഏലക്ക എടുത്തിട്ടുണ്ട്. കവറ് പിച്ചാത്തെടുത്ത് പൂളാവുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ വെപ്രാളം, അതുകൊണ്ടാണ് കൈ വെച്ച് പോകുന്നത്. ഇത് അണ്ടിപ്പരിപ്പ്. അയ്യോ, ഈ അണ്ടിപ്പരിപ്പ് ഇറങ്ങുന്നില്ല. അല്ലാതെ അണ്ടിപ്പരിപ്പ് നമ്മുടെ ക്രിസ്മസ് അണ്ടിപ്പരിപ്പ് ഇവിടെ ഇട്ട് 3 ഏലക്ക നമ്മൾ തല്ലി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇത് കീറി. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് ആദ്യം പാൻ വെച്ച് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് നെയ്യ് ഒഴിക്കണം. ആണ്ടേ, ഇവിടെ നെയ്യ് ഉപയോഗിക്കുന്നതുകൊണ്ടേ ഇവിടെ വെളിച്ചെണ്ണയുടെ ഉപയോഗം വളരെ കുറവാണ്. കണ്ട, നെയ്യിട്ട് നമുക്ക് നെയ്ക്കകത്തോട്ട് നമുക്ക് ആദ്യം 3-4 അണ്ടിപ്പരിപ്പേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ആദ്യം ഈ അണ്ടിപ്പരിപ്പ് 4 ചമുപ്പിക്കാം. ഇവിടെ ഏലക്ക ഏലക്ക ചമുക്കിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മൂക്കട്ടെ. ഇതിനകത്ത് മൂക്കണം ആ നെയ്യിൽ. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മുടെ ബർമസല്ലി ഇട്ട് കൊടുക്കാം. ബർമസല്ലി അല്ല, മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ പെട്ടെന്ന് ഇതാവും. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബർമസല്ലി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം പൊങ്ങിക്കോളും. കണ്ട, ഇനി പല രീതിയിലും പായസം വെക്കാം. ഇതൊരു എളുപ്പ പായസമാണ്. എങ്കിലും വളരെ ടേസ്റ്റുമാണ്. പക്ഷേ മിൽക്ക് മെയ്ഡ് മേടിച്ചില്ല. അത് ഞങ്ങൾ കടയിൽ പോയി മിൽക്ക് മെയ്ഡ് ഉണ്ട്, അത് മേടിക്കാൻ മറന്നുപോയി. നമുക്ക് എളുപ്പമുള്ള പായസമാക്കി മിൽക്ക് മെയ്ഡാണ് നല്ലത്. കണ്ട, പഞ്ചസാര ഇടും. താഴത്തെ കൊട്ടത്തിൽ വരും. ബർമസല്ലി പെട്ടെന്ന് നോക്കും. നാല് മണിക്കൊക്കെ അത് കൊടിയല്ലേ, അതുകൊണ്ട് ഞാൻ അടയും ബർമസല്ലി കടലയെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കൊടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലേ.
അപ്പോൾ അവിടെ ബർമസല്ലി മൂത്തിട്ടുണ്ട്, ചുമന്നിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്ക ചതച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് കാച്ചിയ ചമ്മൂരി ഇല്ലേ, കുറച്ച് കാച്ചിയത്, അപ്പോൾ അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് കാച്ചിയ ചമ്മൂരി ഈ ബർമസല്ലിയിലോട്ട് അമ്മ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഇളക്കണം. കണ്ടോ, ഇനി ബർമസല്ലിയും ഈ ചമ്മൂരിയും ചെറുതായിട്ടൊന്ന് വേവണം. അപ്പോൾ അതിനായിട്ട് അമ്മ ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം, അതായത് കുറച്ച് വെള്ളം ഒഴിക്കത്തോളെ, കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം തീരും. തീരിട്ടിട്ട് നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർക്കുവേ. നമ്മളിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും പഞ്ചസാരയാണ് ഇപ്പം ചേർക്കുന്നത്. ഇത്രയും പഞ്ചസാര ആവശ്യമുണ്ടോ? ഇല്ല, ഇത്രയും മതി. ഇത്ര നമുക്ക് ചേർത്ത് വെക്കാം. പിന്നെ ഒരു മധുരം ഇല്ലെങ്കിൽ ചേർക്കാം. കണ്ടോ, മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ പഞ്ചാരയുടെ ആവശ്യമില്ലായിരുന്നു. ഇതിപ്പോൾ പെട്ടെന്ന് കുറുകും, വേവും. വെന്ത് ഈ ചമ്മൂരിയും ഒരേ കണക്ക് വേവും, ഈ ബർമസല്ലിയും വേവും. വെന്തതിന് ശേഷം നമുക്ക് അതിലോട്ട് പാലൊഴിക്കണം. ഒരു കുറച്ച് നേരം, വളരെ കുറച്ച് പഞ്ചാരകൾ ഇട്ടുകൊണ്ട് ആ വെള്ളം കൂടെ കൊണ്ട് ഇറങ്ങും കേട്ടോ. വേണ്ട, പെട്ടെന്ന് കുറവുന്നുണ്ട്. വേണ്ട, പെട്ടെന്ന് കുറുകയും പെട്ടെന്ന് വേവും. അപ്പോൾ ചമ്മൂരിയും വേവും പഞ്ചാരയും വേവും, രണ്ടും ഒരുപോലെ വെന്ത് കിട്ടും നമുക്ക്. നോക്കട്ടെ, മിൽക്ക് മെയ്ഡ് കുറച്ച് പഞ്ചാരയുടെ വേണം. പഞ്ചാര കുറവാണ്, ഇച്ചിരി പഞ്ചാരയുടെ വേണം. ഈ പാലൊഴിക്കുമ്പോൾ ഇച്ചിരി മഞ്ഞളുണ്ട്. ഒരു പഞ്ചാര വെക്കുക. പാലൊഴിച്ച് വേണം, കുറച്ച് പഞ്ചാര ഇട്ടേ, മധുരം കുറവാണ്. പിന്നെ ചെറുതായിട്ട് കുറുവിയത് കണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് പാലൊഴിക്കണം. ഇനിയാണ് നമ്മൾ പാലൊഴിക്കേണ്ടത്. പാലൊഴിക്കാം. അപ്പോൾ പഞ്ചാര പാത്രത്തിലോട്ട് നമ്മൾ പാലൊഴിക്കുക. നമുക്കിതാ കണ്ട പഞ്ചാര ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പാലൊഴിച്ചിട്ടുണ്ട്, ഒരു പാത്രം പാലൊഴിച്ചിട്ടുണ്ട്. ഇതിനൊരു കുറുവി, ഇതിനകത്തൊന്ന് കുറുവി വരുമ്പോൾ കുറച്ച് പാലൂടെ നമുക്ക് ഒഴിക്കണം. ഇതിൽ കടന്നു കണ്ട ബർമസല്ലി കണ്ട, ഇതിൽ കടന്നൊന്ന് കുറുവണം, ചെറിയ തീയിലിടാം. എന്നിട്ട് ഇനി ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരുന്നപ്പോഴത്തേന് ഈ ചെറുത് കിടക്കുന്നുണ്ട്, ചെറുതായിട്ട് കുറുവും. എന്നിട്ട് നമ്മൾ പാലൊഴിച്ച് നമുക്ക് എടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പം അമ്മ കുളിക്കാൻ പോട്ടെ, കുളിച്ചിട്ട് വരട്ടെ. അപ്പോഴേ പറയാം, നമ്മുടെ പായസം എല്ലാം ഞാണ്ട് പിന്നെ പാലൊക്കെ ഒഴിച്ച് ആ പായസം നല്ല സെറ്റായിട്ടുണ്ട്. ഉണ്ടോ, നല്ല അടിപൊളി കുറുകിയ ടേസ്റ്റ് ഏതാ ബർമസല്ലി നോക്കെ. എന്താ അടിപൊളി ബർമസല്ലി. അപ്പം അമ്മേനെ അത് കുടിക്കാൻ പോവാണേ. നമ്മളായി പാത്രത്തിലോട്ട് ബർമസല്ലി ഒഴിക്കുക കേട്ടോ. നമുക്കത് കുടിച്ച് നോക്കാം. സൂപ്പർ ബർമസല്ലി. പഴം വേണമായിരുന്നു, പഴമില്ല. നമുക്ക് കണ്ട സൂപ്പർ ബർമസല്ലി, ചൂട് ബർമസല്ലി പായസം. അപ്പം അമ്മ ഇത് കുടിക്കട്ടെ. സൂപ്പർ അടിപൊളി ബർമസല്ലി, കറക്റ്റ് മധുരവും എല്ലാം. നാല് മണി സമയത്തൊക്കെ മധുരം കഴിക്കണം തോന്നാൻ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം.
ആയിക്കോട്ടെ. സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ നീയും സ്വപ്നം കാണാറുണ്ടോ കണ്ണുനീർക്കുടം തലയിലേന്തി വെണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ കണ്ണുനീർക്കുടം തലയിലേന്തി വെണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണച്ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ മേലെ കുമല താഴെ തിരുമല കാറ്റിവാ പാലപ്പുങ്കലിക്ക് വളർന്നു കുന്നിലാവൻ മഞ്ചലിൽ കാറ്റിവാ വിവാ വിവാ മേലെ കുമല താഴെ തിരുമല കാറ്റിവാ പാലപ്പുങ്കലിക്ക് വളർന്നു കുന്നിലാവൻ മഞ്ചലിൽ കാറ്റിവാ വിവാ വിവാ ചിരി കൊടുക്കേ അല്ലിത്തേ മണി ചിത്തിരമുത്തേ സത്തേ പെൺമണി ചക്കരമുത്തം തായി കൺമണി അന്നരപ്പത്തവായു നിന്മണി മാളികളിൽ നേരത്തിലും നടക്കണ്ട വാ കൊട്ടു വാ അപ്പോഴേ അമ്മ രാത്രിത്തേക്ക് കഴിക്കാനേ കൊല്ലത്തുള്ള ഹയാത്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ചിക്കൻ കിഴി പൊറോട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കത് തുറന്ന് നോക്കാം. ഇന്ന് രാത്രി അമ്മ ഇതാണ് കഴിക്കുന്നത്. രാത്രിയായപ്പോൾ അമ്മയ്ക്ക് തോര ചിക്കൻ കിഴി പൊറോട്ട കഴിക്കണം. അപ്പോഴും നമ്മൾ ഓർഡർ ചെയ്യുന്നതായി നോക്കാം. അത് ഹയാത്തിലെ ഫുഡെല്ലാം നല്ല സൂപ്പർ ഫുഡാണ്. അത് അറിഞ്ഞിട്ടാണ് നമ്മൾ അത് വാങ്ങുന്നത്. അതെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് ചിക്കൻ കിഴി പൊറോട്ട. അപ്പം നമുക്കത് പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്കത് തുറന്ന് നോക്കാം. നല്ല കെട്ടൊക്കെയാണ്, സ്ട്രോങ് കെട്ടൊക്കെയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, ചൂടുണ്ട്. നമുക്ക് തുറക്കാം. വാ, ഇങ്ങനെയാണ് ഇരിക്കുന്ന ചിക്കൻ കിഴി പൊറോട്ട. അപ്പോഴേ നമുക്ക് സ്വല്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കട്ടെ, ചിക്കൻ കറി പൊറോട്ടയ്ക്കകത്ത് കൊതുന്നിരിക്കുക കേട്ടോ. നമ്മൾ കുറച്ച് പൊറോട്ട, നല്ല മണമുണ്ട് കേട്ടോ, സൂപ്പർ മണം. എടുത്തിട്ട് ചിക്കനും കൂടെ എടുത്ത് പൊറോട്ടയിലോട്ട് വെച്ചിട്ട് വേണ്ട, ചിക്കനും പൊറോട്ട എടുത്തിട്ട്
ഇപ്പം അടിപൊളി. നമ്മൾ കുറച്ച് പൊറോട്ട എടുത്തിട്ട് പിന്നെ കുറച്ച് ചിക്കൻ അങ്ങോട്ട് എടുത്തിട്ട് കൊള്ളാം കേട്ടോ. അടിപൊളി. ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് കഴിച്ചാൽ ശരിയാവില്ല. എടുത്ത് പോയിരുന്നാലേ സമാധാനം എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോഴും എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചോ? അപ്പം എല്ലാവരും ചോറൊക്കെ വാരി കഴിക്കാം, അമ്മ ചിക്കൻ കിഴി പൊറോട്ട കഴിക്കാം. അപ്പം എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക. അമ്മയുടെ ഈ ചിക്കൻ കിഴി പൊറോട്ടയും കഴിച്ച് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങാൻ പോവാണ്. നാളെ അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് വരും. എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.